ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും TGS വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ATM-ലൂടെ നമുക്ക് എങ്ങനെ ക്യാഷ് നേടാം എന്നതിനെക്കുറിച്ചാണ്. കാരണം നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡൊക്കെ ആയിട്ട് നമ്മൾ ATM യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ATM-ലൂടെ തന്നെ നമുക്ക് ക്യാഷ് നേടാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നേടാം എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനകത്ത് തന്നെ ബെല്ലേക്ക് നിൽക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ATM-നെ കുറിച്ച് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ മേലെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ATM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയർ ടു പിയർ ട്രാൻസ്ഫർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് നിങ്ങൾക്ക് ഡോളറോ അല്ലെങ്കിൽ യൂറോയോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് പൈസ സെൻഡ് ചെയ്യുന്നത് വേറൊരാളായിരിക്കും. അല്ല, ATM ത്രൂ അല്ല നമുക്ക് പൈസ കിട്ടുന്നത്, വേറൊരാളായിരിക്കും നമുക്ക് സെൻഡ് ചെയ്യുന്നത്. അങ്ങനെ സെൻഡ് ചെയ്യുന്നതിന് അയാൾക്ക് ചെറിയൊരു കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് ഇതുപോലെ പൈസ സെൻഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ക്യാഷ് നേടാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഇവിടെ നമ്മുടെ പേജ് വരിക. ATM പേജ് വന്ന ശേഷം ഇവിടെ നിങ്ങൾക്ക് ക്യാഷ്യർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഐ ആം എ ക്യാഷ്യർ എന്നുള്ള അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മളെ നമുക്കിവിടെ ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാം. നിങ്ങൾക്ക് PayTM-ലേക്ക് മാത്രമാണ് നിങ്ങൾ പൈസ സെൻഡ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ Google Payയിലേക്ക് മാത്രമാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും സെപ്പറേറ്റ് ഒരു ബാങ്കിലേക്കാണെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, പേപ്പാലിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് PayTM-ഉം അതുപോലെ Google Pay, ഫോൺപേ മൂന്നിലേക്കും സെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മൂന്നും ഇതിനകത്ത് കൊടുക്കാം. അതുപോലെ ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻ ടൈപ്പ് കിട്ടുന്നുണ്ട്. ട്രാൻസാക്ഷൻ ടൈപ്പിൽ നമ്മൾ ആഡ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്, വിഡ്രോ അല്ല ആഡ്. കാരണം നമ്മൾ പൈസ, അതായത് അവർക്ക് വിഡ്രോയ്ക്കുള്ളത് നമ്മൾ പൈസ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പൈസ. അപ്പോൾ നമ്മൾ ആഡ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്, നമ്മൾ വിഡ്രോ അല്ല കൊടുക്കേണ്ടത്. ആഡ് എന്നുള്ളത് കൊടുത്ത ശേഷം ഫിൽറ്റർ നമ്മൾ അവിടെ വന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇപ്പോൾ ആരെങ്കിലും വിഡ്രോ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഇവിടെ കണ്ടോ, നമുക്ക് 2 പേര് വന്നിട്ടുണ്ട്. അവിടെ ആടുന്നുള്ളതുകൊണ്ട് നമ്മൾ അവർക്ക് പൈസ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണിക്കും ഡോളർ എത്ര നമുക്ക് കിട്ടും, അതുപോലെ നമ്മൾ ഇന്ത്യൻ റുപ്പീസ് എത്ര രൂപ നമുക്ക് സെൻഡ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം അവരുടെ ഫോൺ നമ്പർ, PayTM വെച്ചുകൊണ്ട് PayTM നമ്പർ കാണിക്കും. ആ PayTM നമ്പറിലേക്ക് നമ്മൾ ഇത്ര രൂപ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കമ്മീഷൻ കിട്ടുമെന്ന് അവിടെ കാണിക്കും. അവിടെ നമുക്ക് 0.96 ആണ് കമ്മീഷൻ കാണിച്ചത്. അതിനുശേഷം അത് ചേഞ്ച് ചെയ്ത് നമ്മൾ PayTM ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ ID കിട്ടും. രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ ട്രാൻസാക്ഷൻ ID നിങ്ങൾ അടിച്ചു കൊടുക്കുക. കാരണം ഞാനിത് ഹൈഡ് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, കാരണം ആൾക്കാരുടെ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഹൈഡ് ചെയ്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നിങ്ങൾ ട്രാൻസാക്ഷൻ ID അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ എമൗണ്ട് ഡോളറായിട്ട് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് പൈസ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് പൈസ മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് സാധിക്കുന്നതാണ്.